അവധി ദിവസത്തിന്റെ ആലസ്യം മാറ്റിവെച്ച് പ്രചാരണത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ. വോട്ട് തേടിയെത്തിയ തന്നോട് SIR-നെ കുറിച്ചുള്ള ആകുലതകൾ വോട്ടർമാർ പങ്കുവയ്ക്കുന്നതായി പറയുന്നു തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സിവിൽ സ്റ്റേഷൻ വാർഡിലെ സ്ഥാനാർത്ഥി A. പ്രസാദ്. അവധി ദിനത്തിന്റെ ആലസ്യമൊന്നും സ്ഥാനാർത്ഥികൾക്കില്ല. അവധി ദിവസവും കൂടുതൽ വോട്ടർമാരെ കാണാനാണ് പലരും ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ഒരു തൃശൂർ സിവിൽ സ്റ്റേഷൻ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രസാദിനൊപ്പമാണ്. അവധി ദിവസം റസ്റ്റയിലൊന്നുമില്ല, വോട്ടർമാർക്ക് ഇറങ്ങുകയാണല്ലേ? പ്രത്യേകിച്ച് ഇത് നഗരവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കളക്ട്രേറ്റിന് ചുറ്റുമുള്ള പ്രദേശമാണ്. എല്ലാവരും ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ് മാക്സിമം ആളുകളും. അപ്പോൾ അവധി ദിവസമാണ് സത്യത്തിൽ ഇവരെ കാണാൻ സാധിക്കുക. കാലത്ത് നമ്മൾ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ കാലത്ത് നേരത്തെ പോവുകയാണെങ്കിൽ പോലും ഇവർക്ക് ജോലിക്ക് പോകാനുള്ള ഓട്ടത്തിലായിരിക്കും. പലരും പല ജില്ലകളിൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് പണികൾ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ ഓട്ടത്തിലായിരിക്കും. അതുകൊണ്ട് ആ സമയത്തൊക്കെ ചെല്ലുന്നതൊക്കെ ചിലപ്പോൾ അവർക്കും ബുദ്ധിമുട്ടായി മാറും, നമുക്കും എല്ലാവരും കാണാൻ സാധിക്കില്ല. ഇന്ന് ഞായറാഴ്ച പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിൽ തന്നെ ഉദ്ദേശിക്കുന്ന കാലത്ത് 7 മണി കൂടി തന്നെ ഇറങ്ങി എല്ലാ വോട്ടർമാരും നേരിട്ട് കാണുന്ന പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയോട് ചില വീട്ടുകാർ ഈ SIR-നെ കുറിച്ചുള്ള ചില ആകുലതകൾ പങ്കുവയ്ക്കുന്നതും കണ്ടല്ലോ. ഈ ഡിവിഷനിലെ ആളുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയ കുടുംബ ബന്ധമാണുള്ളത്. കാരണം മുൻകൂടെ കൗൺസിലറുടെ ആളാണ്. ഇപ്പോൾ വീട് കയറുമ്പോൾ ആളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്, ഒന്ന് ഇതേ സമയത്ത് തന്നെയാണ് SIR-ന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ആൾക്കിടയിൽ വലിയ ഈ 2 പട്ടികയാണെന്ന് ചിന്തയൊന്നും ആളുകൾക്ക് സാധാരണക്കാർക്കിടയിലേക്ക് അറിയുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ ആശങ്ക, അവരെ പേരില്ല, ഫോം കിട്ടിയില്ല, ആശങ്ക ലഭിക്കുന്നുണ്ട്. കോൺഗ്രസിൽ ജില്ലയിൽ ഇപ്പോൾ പല രാജികളും വരുന്നു, പലരും വിമതരാകും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ കോർപ്പറേഷൻ സാധ്യതകളെ ബാധിക്കുമോ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവും വേണ്ട, UDF കോൺഗ്രസ് തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും. കാരണം നമ്മൾ വീട് കയറുന്ന സമയത്ത് നമുക്ക് അതിന് കൃത്യമായ പൾസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ നഗരത്തിനകത്ത് ജനം 2 കൈയും നീട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ UDF-നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ തന്നെ പാർട്ടി അടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് അത് പരിഹരിക്കും. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നേതൃത്വം ഇടപെട്ട് അതിന് കൃത്യമായി തന്നെ പരിഹാരം കാണും. മുൻപെങ്ങും ഇല്ലാത്ത വിധം കൃത്യമായ കോൺഗ്രസും UDF-ഉം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൃത്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജനം കൃത്യമായി തന്നെ കോൺഗ്രസിനെ വലിയ പ്രതീക്ഷയോട് കാണുകയാണ്. അത് എന്തായാലും കോൺഗ്രസിനും UDF-നും വലിയ ഗുണമായി വയ്ക്കും. എന്തായാലും വിമർശനങ്ങളും വിവാദങ്ങളും ഒന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന് പറയുന്നു UDF സ്ഥാനാർത്ഥി. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.